ഹലോ ഹായ് ഗൈസ്, ഞങ്ങളിപ്പോൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത് കൊട്ടവഞ്ചിയിൽ കയറാനാണ് കേട്ടോ. സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല റഷ് ഉണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യം നേരം ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വന്നു. എല്ലാവരും വന്നവരെല്ലാവരും അത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ഞങ്ങളൊന്ന് മടിച്ച് നിന്നെങ്കിലും പിന്നെ ശരി നമുക്ക് എന്തായാലും വന്നതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് വിചാരിച്ചു. 400 രൂപയാണ് നമുക്കിതിൻ്റെ റേറ്റ് ആയിട്ട് വരുന്നത്. 4 പേർക്ക് ഈ വഞ്ചിയിൽ കയറാൻ തോന്നുന്നു. ഞാനും ധനുഷനും തീരും മാത്രമാണ് ഉണ്ടായിരുന്നത്. നമ്മളിപ്പോൾ നിന്നിരുന്ന സ്ഥലത്ത് നിന്ന് ഓപ്പോസിറ്റ് സ്ഥലത്തേക്കാണ് ഞങ്ങളെ കൊണ്ടുപോകുന്നത്. വേറെ ആൾക്കാർ വേറെ ഭാഗങ്ങളിലേക്കും പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓപ്പോസിറ്റ് നല്ല കാടാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, കടുവടക്കം ഉള്ള കാടാണ്, എല്ലാ മൃഗങ്ങളും അതിലുണ്ടെന്ന് പറഞ്ഞു. ഈ ചേട്ടനാണ് നമ്മുടെ സാരഥി കേട്ടോ. അപ്പോൾ ഈ ഓപ്പോസിറ്റ് കാണുന്ന ആ വനത്തിലൂടെ ഒരു 13 കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെല്ലിയാമ്പതി എത്തുമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതെനിക്ക് ഭയങ്കര സർപ്രൈസായി പോയി. ജസ്റ്റ് 13 കിലോമീറ്റർ വനത്തിനുള്ളിൽ കൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നെല്ലിയാമ്പതി പറമ്പിക്കുളമൊക്കെ എത്തുമെന്നാണ് ആൾ പറയുന്നത്. അവർ പോകാറുണ്ടെന്നും പറഞ്ഞു കേട്ടോ. പിന്നെ അതേപോലെ ഈ വെള്ളം എന്ന് പറയുന്നത് ആ മലയിൽ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ മലകളിൽ നിന്ന് വരുന്ന വെള്ളമാണ്. അപ്പോൾ അത്രയും പ്യുവറായിട്ടുള്ള വാട്ടറാണ് അതൊക്കെ. അപ്പോൾ നമുക്കത് വേണമെങ്കിൽ കുടിച്ച് നോക്കാമെന്നും പറഞ്ഞു. ആളത് കുടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഏകദേശം സമയമായിട്ടുണ്ടായിരുന്നു, 4 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് നല്ല സൺസെറ്റും കിട്ടിയിട്ട് നല്ലൊരു വ്യൂ ആയിരുന്നു. പിന്നെ ഇതിലത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കൊട്ടവഞ്ചീനായിട്ട് കറക്കലാണ്. അപ്പോൾ ആദ്യം വേണോ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ പിന്നെ എന്തായാലും കറക്കാമെന്ന് വിചാരിച്ചു. അയ്യോ, തുടങ്ങി കഴിഞ്ഞപ്പോൾ സൂപ്പറായിരുന്നു കേട്ടോ, നല്ല രസമുണ്ടായിരുന്നു. നിങ്ങൾ എന്തായാലും പോകുന്നുണ്ടെങ്കിൽ ഈ കറക്കൽ മിസ് ചെയ്യരുത് കേട്ടോ. നമുക്ക് നല്ല രസമാണ്. ധീരനും ചെറിയൊരു പേടി ഉണ്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ല. ചെറിയൊരു സ്പീഡിലാട്ടോ അവർ കറക്കുള്ളൂ, മോനുള്ളത് കൊണ്ട് നന്നായിരുന്നു. ഇനി നെക്സ്റ്റ് ഞങ്ങൾക്ക് ഇവിടുത്തെ ട്രക്കിങ് എക്സ്പീരിയൻസ് ചെയ്യണം. രാവിലെ 8 മണി മുതൽ 1:30 വരെ ആണെന്നുകൊണ്ട് ട്രക്കിങ്ങിനുള്ള സമയം. അപ്പോൾ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് പറഞ്ഞു. കാടിൻ്റെ ഉള്ളിൽ പോകാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ, സീ യു.